ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചോറും തേങ്ങയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് തലേ ദിവസം അരി കുതിർത്താനോ അരി അരക്കാനോ ഒന്നും ബുദ്ധിമുട്ടാണ്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളപ്പനിയാരം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ അളന്നിട്ടാണ് കേട്ടോ നമ്മൾ ചോറൊക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കപ്പിലാണെന്ന് വെച്ചാൽ അങ്ങനെ അളന്നെടുക്കുക. ഇത്രയും തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു പാത്രത്തിൽ ഞാൻ അളന്നെടുത്തിട്ടുണ്ട് ചോറ്. ഇനി നമ്മൾ ഈ ചോറ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ അളവിൽ തന്നെ നമ്മൾ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് അരിപ്പൊടിയാണ് നമുക്ക് വേണ്ടത്. കുനിച്ചെടുക്കണ്ട, നമുക്ക് ഇത്രയും മതി കേട്ടോ, നല്ല വടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ 1 ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ബൗളും കൂടി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൽ തന്നെ നമ്മൾ വെള്ളം അളന്നെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ബൗള് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ചെറിയ പൊടികൾക്ക് കുറച്ച് അധികം വരും. ഞാനിത് പച്ചരി വറുക്കാത്ത പൊടിയാണ് കേട്ടോ, പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത്തെ ഒരു ബൗളും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലോണം സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആദ്യം ഒരു കപ്പിൽ തീരെ ഇളകാനുള്ള വെള്ളം ഇല്ല. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ, ചില പൊടിക്കനുസരിച്ചിട്ട് ഇരിക്കും വെള്ളം. ഇപ്പം ഞാൻ 2 കപ്പ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കണില്ല, കുറച്ച് വെള്ളം ബാക്കി വെക്കുന്നുണ്ട്. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും കേട്ടോ, ചോറ് അരഞ്ഞ് കിട്ടൂല. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. കട്ടകളൊന്നും ഉടനെ കിട്ടുമൊന്നും വേണ്ട, ഇതൊന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കുമല്ലോ. എന്നിട്ട് നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു പകുതി ഭാഗം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 2 പാട്ടായിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ, ഇങ്ങനെ ലൂസിലാണ്. 2 ബൗൾ വെള്ളം, നമ്മൾ കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. അത് കണ്ടോ, കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. ആ വെള്ളം കളയണ്ട, അത് നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഇതാ നമ്മൾ ഇതിൻ്റെ പകുതി ഭാഗം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചോറൊക്കെ ബാക്കി വരുമ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് നമ്മളൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ, അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് അരച്ചെടുക്കുന്നതിന് മുമ്പ് നമ്മൾ തേങ്ങ ചിരവാത്ത തേങ്ങയാണ് എൻ്റെ അടുത്തുള്ളത്, പൂളാക്കിയത്. അപ്പോൾ ആദ്യം അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചിരവ തേങ്ങയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതൊന്ന് ആദ്യം പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ഈ മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ പച്ചരിപ്പൊടി വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണ പോലെ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പച്ചരി പൊടി ഇല്ലയെന്ന് വെച്ചിട്ട് ഉണ്ടാക്കാണ്ടിരിക്കേണ്ട, ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വെള്ളപ്പനിയാരാവില്ല എന്ന് മാത്രം. അപ്പോൾ ഇതാ നമ്മളിത് നല്ലോണം ഒന്ന് ഇതൊന്ന് എടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള വെള്ളം നമ്മൾ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്ക് ഇതാ ഇത്രയും 2 ബൗൾ വെള്ളമാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചില പൊടികൾക്ക് കുറച്ച് കൂടുതൽ വരും. എന്തായാലും 2 ബൗൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ കൂടുതൽ തിക്കിലാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2-3 ടേബിൾ സ്പൂണും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ശരിയായി കിട്ടിയില്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നേരെ കിട്ടിക്കോളും. അപ്പോൾ കറക്റ്റ് വെള്ളമായിക്കോളും. അപ്പോൾ ഇതാ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബേക്കിംഗ് പൗഡർ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് പഴകിയതായതുകൊണ്ട് നല്ലോണം പൊന്തി വന്നില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള പൊടിയാണെന്ന് വെച്ചാൽ നല്ല പൊന്തി വരും കേട്ടോ. അപ്പോൾ ഇന്ത്യ കുറച്ച് പഴകിയതുകൊണ്ടാണ് തോന്നുന്നു പൊന്തി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിന് മുന്നേ ഉണ്ടാക്കിയപ്പോൾ നല്ലോണം പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി എടുക്കുക. ഇനി ബേക്കിംഗ് പൗഡർ ഇല്ലാന്ന് വെച്ച് മേടിക്കേണ്ട, ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മൾ പനിയാരച്ചട്ടി ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെറുതെ ഒന്ന് എണ്ണ തടവി കൊടുത്താൽ മാത്രം മതി കേട്ടോ. എണ്ണയൊന്നും കൂടുതൽ തേച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമ്മളിത് ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടുണ്ട് മാവ്. അപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടില്ലാണ്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഓരോ പനിയാരത്തിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാ കുഴികളിലും ഒഴിച്ചു കൊടുക്കുക. 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ട, അത് പൊന്തി വരും.
ഇനി നമ്മളിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. നമ്മൾ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളത് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. പൊന്തിയിട്ടുണ്ട്, പക്ഷെ നല്ലോണം പൊന്തിയിട്ടില്ല. കാരണം നമ്മൾ ബേക്കിംഗ് പൗഡറിന് കുറച്ച് പഴക്കമുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കുനിച്ച് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുത്തിട്ടും ഇതൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴാണ് ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടുള്ളൂ. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ചോറൊക്കെ ബാക്കി വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. രാവിലെ എന്തുണ്ടാക്കുന്നുള്ള പേടിയേ വേണ്ട. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും ഒക്കെ പറ്റും. നല്ലൊരു ചട്നി ഉണ്ടാക്കിയാലും മതി. അല്ലെങ്കിൽ ചിക്കൻ മസാല ബീഫ് മസാലയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ്. ചട്നി ആയാലും മതി കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളെ വെള്ളപ്പനിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കണമെന്ന് ആരും പറയില്ല കേട്ടോ. നമ്മൾ പറഞ്ഞാൽ മാത്രമേ അവർക്ക് അറിയുള്ളൂ. അപ്പോൾ ഇതാ നമ്മളിത് മൊത്തത്തിൽ എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ട്രിപ്പും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് എണ്ണ തടവി കൊടുക്കണം, എന്നിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനിതിൻ്റെ മുന്നേ കുറേ നമ്മൾ ചോറ് വെച്ചിട്ട് പൂരി ഉണ്ടാക്കുന്നതും അതേപോലെ വട ഉണ്ടാക്കുന്നതും അതേപോലെ ഒരുപാട് റെസിപ്പികൾ ഞാൻ പത്തൽ അങ്ങനെയൊക്കെ ഒരുപാട് റെസിപ്പികൾ ഉണ്ടാക്കിയെടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികളാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളിതും അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് എത്രണ്ട് സോഫ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കണേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ രണ്ടാമത്തത് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മൂന്നാമത്തത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ നമ്മുടെ പനിയാരം നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. കണ്ടല്ലോ എത്ര സോഫ്റ്റാണ്. നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. അതേപോലെ ഉള്ളിൽ നല്ല ആരെടുത്തിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടല്ലോ ഇത് നമുക്ക് എന്താണ് നിങ്ങൾക്ക് ആരെടുത്തത് കാണാണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ആരെടുത്തിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.